അടുത്തതായി ഈ വനിതാ സമ്മേളനത്തിൽ മനസ്സിൻ്റെ വിസ്മയം എന്ന വിഷയത്തിൽ മാനസരോവർ പുനർജനി ഡയറക്ടറും കൺസൾട്ടൻ്റ് ആൻഡ് സൈക്കോളജിസ്റ്റുമായ ശ്രീമതി രഞ്ജു എം പിള്ള സംസാരിക്കുന്നു. ശ്രീമതി രഞ്ജു എം പിള്ളയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ഊർജ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് അനവധി പ്രഗത്ഭരായ ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ വാക്കുകൾ, ആ വാക്കുകളുടെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് എനിക്കിനെ സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു പുണ്യമായി കരുതുകയാണ്. അതിന് പ്രപഞ്ചശക്തിക്കും എല്ലാ ഗുരു പരമ്പരയ്ക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ ഒരു വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും, അതോടൊപ്പം തന്നെ സദസ്സിലുള്ള എല്ലാ വിശിഷ്ടരായ ബഹുമാന്യരായ എല്ലാ വ്യക്തിത്വങ്ങളുടെ മുൻപിലും മനസ്സുകൊണ്ട് പ്രണമിച്ചിട്ട് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് മനസ്സിൻ്റെ വിസ്മയം. മനസ്സിൻ്റെ വിസ്മയം എന്ന് പറയുമ്പോൾ ശരിക്കും സ്പിരിച്വൽ അവെയർനെസ് നൽകുന്ന ഈ ഒരു പ്രോഗ്രാമിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മെ ഭയപ്പെടുത്തുന്നവയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നവയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റഡീസ് അനുസരിച്ച് ഇനി നമ്മൾ സഫർ ചെയ്യാൻ പോകുന്ന ഒരു പാൻഡമിക് എന്ന് പറയുന്നത് ക്യാൻസറോ ട്യൂമറോ ഒന്നുമല്ല, അതിനേക്കാളും മാരകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിൻ്റെ പ്രതിസന്ധികളിലൂടെ, മാനസിക ആരോഗ്യമില്ലായ്മയിലൂടെ മനുഷ്യൻ ബുദ്ധിമുട്ടാൻ പോകുന്നു. അവൻ തരണം ചെയ്യാൻ പോകുന്ന പ്രതിസന്ധികൾ അത് ശരിക്കും സത്യമാണെന്നാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ? എന്തെല്ലാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലത്തെ ന്യൂസുകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. ശരിക്കും എന്താണ്? നമ്മളെല്ലാവരും പ്രശ്നങ്ങളെക്കുറിച്ച് പറയും. അവിടെ പ്രശ്നമാണ്, കുട്ടികൾക്ക് പ്രശ്നമാണ്, വീട്ടിൽ പ്രശ്നമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിന് എങ്ങനെയാണൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ, പ്രശ്നത്തിനെക്കാട്ടിലും ഉപരിയായി പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയുമാണെങ്കിൽ, ഇങ്ങനെയുള്ള ഈ ഒരു സ്പിരിച്വാലിറ്റി ശരിക്കും പ്രവർത്തിക്കാൻ കഴിയും. ഇനി നമ്മുടെ കുട്ടികൾ സ്പിരിച്വാലിറ്റിയിൽ നിന്നും അകന്നു പോകുന്നു എന്ന് പറയുന്നു. അതേസമയം ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നു. പക്ഷേ പുതിയ തലമുറ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ശരിക്കും നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, സന്ധ്യാദീപം വെച്ച് നാമം ചൊല്ലുന്നു, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാട്ടിലും ഉപരിയായി നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണ് നമ്മുടെ ഈ ഒരു സനാതന ധർമ്മത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തിനെക്കുറിച്ചും എന്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? ഇവിടെ അവർക്ക് വേണ്ടത് ആധ്യാത്മികതയുടെ കടുകട്ടി വാക്കുകളോ മന്ത്രങ്ങളോ ഒന്നുമല്ല. അതിനേക്കാളിലും ഉപരിയായി അവയെ ഇപ്പോഴുള്ള മനസ്സിന്റെ തലവുമായി ബന്ധപ്പെടുത്തി ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറ ഇത് ഏറ്റെടുക്കും. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായി മാറുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ ഇരിക്കുന്നു എങ്കിലും നമ്മുടെ മനസ്സ് എവിടെയാണ്? ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മനസ്സിന്റെ വിസ്മയത്തെ കുറിച്ചാണ്. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നെങ്കിലും മനസ്സ് ഇവിടെയുണ്ടോ? പലപ്പോഴും സ്കൂളിലും കോളേജിലും ഒക്കെ സെഷൻ എടുക്കാൻ ചെല്ലുമ്പം ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങളുടെ മനസ്സ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ചിലർ മിക്കവാറും പറഞ്ഞ പ്ലേ ഗ്രൗണ്ടിലാണെന്ന് പറയും, ചിലർ പറയും തലയിലാണ്, ചിലർ പറയും ഹാർട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും പ്ലേ ഗ്രൗണ്ടിൽ ഇരിക്കുക മാം എന്ന് പറയും. ആ പ്ലേ ഗ്രൗണ്ടിൽ മനസ്സ് വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഓരോ പീരീഡിലും ടീച്ചേഴ്സ് ചെന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്. എവിടേക്ക് കയറും? പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അർത്ഥമുണ്ടാകുമോ? അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ മനസ്സും ബോധവും ഒന്നും അവിടെ ഇല്ല, അത് പലയിടങ്ങളിലാണ്. അപ്പോ അവയെ ഈ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സ് ഇവിടെയാണോ? ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്?
ഇനി എന്തെല്ലാം ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ചിന്തകളാണ് മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. നമുക്കറിയുമോ എങ്ങനെ മനസ്സിനെ ഇവിടെ കൊണ്ടുവരണം എന്ന്? ഈ നിമിഷത്തിൽ എങ്ങനെ മനസ്സിനെ നിലനിർത്തിക്കൊണ്ടു പോകാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ഗുരുപരമ്പര വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറിവ് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതാണ് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് ഒരു കാര്യമില്ല. കേൾക്കുന്ന കാര്യം ഈ ചെവിയിലൂടെ കേട്ടു, ആ ചെവിയിലൂടെ പോയി. പക്ഷേ അതിനെ മനനം ചെയ്ത് ഉള്ളിലെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവിടെ മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഒന്ന് കണ്ണടയ്ക്കാമോ? Can you please close your eyes? ഒന്ന് കണ്ണടയ്ക്കൂ. Take a deep breath. Breathe in. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. Breathe out. Take a deep breath in. ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവധാനം ശ്വാസം വെളിയിലേക്ക് വിടുക. Breathe in. Breathe out. ജസ്റ്റ് റിലാക്സ് യുവർ ബോഡി. ശരീരം പൂർണ്ണമായിട്ടും ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. കണ്ണുകളൊന്ന് തുറക്കും. നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത സമയത്ത് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി ആ നിമിഷം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഈ ഒരു മൊമെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയല്ലേ? ഇത് പ്രാണായാമം എന്ന ഒരു പേരില് എത്രയോ ഗുരുക്കന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നതാണ്. നമ്മളത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ സയൻസ് ഉണ്ട്. അതിൻ്റെ സയൻസും കൂടി മനസ്സിലാക്കി കൊടുക്കുമ്പോഴും അവർക്കത് വളരെയധികം പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. അത് ഞാൻ പറയാം, അതെങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിത്തിരിയുന്ന മനസ്സിനെ ഈ നിമിഷത്തിലേക്ക്, മൈൻഡ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ ശ്വാസത്തിന് പറ്റും. അതായത് മനസ്സിന് ഒരേ സമയം ശ്വസിക്കുവാനും അതോടൊപ്പം തന്നെ വേറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാനുള്ള കഴിവില്ല. എപ്പോൾ നമ്മുടെ ബോധം ശ്വാസത്തിലേക്ക് വരുന്നോ ആ സമയത്ത് നമ്മളുടെ തോട്ട് കട്ടാവും. അപ്പൊ അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് ഒരു തരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ആവശ്യമായിട്ടില്ലാത്തതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നു എന്ന് പറയുന്നവര് പ്രാണായാമം പരിശീലിക്കുക, ബ്രീത്തിങ് പരിശീലിക്കുക എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിന്റെ സയൻസ് ഉണ്ട്. നമ്മളുടെ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റമാണ് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഇതിൽ സിമ്പതറ്റിക് സ്ട്രെസ് ഉണ്ടാക്കുകയും ചിന്തകളിലൂടെ ശരീരത്തിൽ മാറ്റം വരുത്തുമ്പോൾ പാരാസിമ്പതറ്റിക് റിലാക്സേഷൻ തരും. ഈ ബ്രീത്തിങ് ചെയ്യുമ്പം സിമ്പതറ്റിക്കും, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം പാരാസിമ്പതറ്റിക്കും വർക്ക് ചെയ്യും. ഇതൊന്നും സയൻസും ടെക്നോളജിയും ഒന്നുമില്ലാതെ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നത്. ഇങ്ങനെ എത്രയോ അറിവിന്റെ ഭണ്ഡാരങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു വെക്കുമ്പോഴും ഇതിനെ ഒന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ അല്ലേ നമ്മുടെ കുഞ്ഞു മക്കളെ നമുക്കിതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നില്ലേ? ശരിക്കും ഇവിടെയാണ് പഠനങ്ങൾ ഉണ്ടാകേണ്ടത്. എങ്ങനെ നമ്മുടെ സംസ്കൃതിയെ, എങ്ങനെ നമ്മളുടെ വാല്യൂസിനെ, എങ്ങനെ നമ്മളുടെ അറിവുകളെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ നമുക്ക് അവരുടെ ചിന്തകളെ നമുക്ക് വഴിമാറ്റി വിടാൻ പറ്റും. അതോടൊപ്പം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ വനിതാ സമ്മേളനത്തിനാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ വീടുകളിലെ അവസ്ഥകൾ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. കൊച്ചുകുട്ടികളെയൊക്കെ ആണെങ്കിലും ഒരു ടീനേജിലേക്കൊക്കെ കയറുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും നമുക്കേ അറിയുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് ചിലപ്പോൾ പറയണം എന്നില്ല. നമ്മൾ ഓരോ ദിവസവും കൗൺസിലിങ്ങിനായിട്ട്, ഞാൻ കോളേജിലും ട്രെയിനിങ്ങിലും ഒക്കെ ക്ലാസ്സസും കൗൺസിലിങ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് കുഞ്ഞ് കടന്നു പോകുന്നതെന്നറിയാം, ഒരു കുട്ടി കടന്നു പോകുന്നത്. ഈയിടെ നമ്മൾ കണ്ടതാണ്, എറണാകുളത്ത് ഉള്ള ഒരു സ്കൂളിൽ വെച്ച ഒരു കുട്ടി എങ്ങനെയാ അവനെ കളിയാക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ ബാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് നമ്മുടെ വീട്ടിലല്ല നടന്നത്. മറ്റൊരാളുടെ വീട്ടിൽ എന്ത് നടക്കുമ്പോഴും അതൊരിക്കലും നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ നാളെ ആ അതിരുകൾ ഭേദിച്ചത് നമ്മളുടെ വീട്ടിൽ വരുമ്പം മാത്രമേ നമുക്ക് പൊള്ളുള്ളൂ. ആ കുഞ്ഞ് ഒരുപാട് പ്രാവശ്യം തന്നെ കളിയാക്കുന്നതിനെ കുറിച്ചും തന്റെ സ്കൂളിൽ താൻ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചും ഒക്കെ അച്ഛന് മെയിൽ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും സഹിക്കുമോനെ എന്നാ പറയുന്നത്.
അവനെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അവനെ മനസ്സിലാക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ പൊലിയുമായിരുന്നോ? ഇത് ഒരു കുഞ്ഞിന്റെ കഥയല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ഒളിച്ചോടി പോകുന്ന കുട്ടികൾ. കൗൺസിലിങ്ങിന് കൊടുക്കാൻ പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഒളിച്ചോടി പോവാണ്. 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒളിച്ചോടി പോകുന്നു. അവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം എനിക്കെന്റെ വീട്ടിൽ, എനിക്കെന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടി നിൽക്കാൻ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. എന്തുകൊണ്ടൊരു കുഞ്ഞിങ്ങനെ പറയാൻ കാരണമാകുന്നു? നമ്മളൊക്കെ എങ്ങോട്ടായി ഓടിപ്പോകുന്നു? നമുക്കൊക്കെ തിരക്കാണ്, കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. നമ്മളെല്ലാം ഓടി സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സമാധാനത്തോടും സ്വസ്ഥതയോടും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ സമ്പാദിച്ചതിനെല്ലാം എന്താണ് അർത്ഥമുള്ളത്? അപ്പോ അതുപോലെ അമ്മമാര് പറയാറുണ്ട്, ജോലിയില്ലാത്ത അമ്മമാരൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അവർ പറയും വീട് ക്ലീൻ ചെയ്യും, എനിക്ക് ക്ലീനിങ് ഉണ്ട്, വീട് വൃത്തിയാക്കണം, ആഹാരം ഉണ്ടാക്കണം. ഇവര് ഫുൾ ടൈം ക്ലീനിങ്ങാ. ചിലർക്കൊരു OCD പോലെയാ, എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ വീടൊക്കെ നാളെ നശിച്ചു പോകാം, പക്ഷേ എത്രയോ തലമുറകളുടെ തുടക്കമാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ കേൾക്കാൻ, അല്ലെങ്കിൽ അവർക്കൊന്ന് നല്ല രീതിയിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സമയമില്ല. വീട് ക്ലീൻ ചെയ്യണം. അങ്ങനെ പറയുന്നവരുണ്ട്. ഈ വീടാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ക്വാളിറ്റിയോടുകൂടി ഒരു അല്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ വെറുതെ അല്ല തെറ്റിപ്പോകുന്നത്. ഇന്ന് ഈ വനിതാ സമ്മേളനത്തിൽ അമ്മമാരോട് പറയാനുള്ളതും അത് തന്നെയാണ്. ഒരു അമ്മ എന്ന് പറയുന്നതാണ് ഒരു വീടിന്റെ ശക്തി. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, പുരോഗമനമൊക്കെ തുടങ്ങേണ്ടത് എവിടെ നിന്ന്? അടുക്കളയിൽ നിന്ന് പറയും. അടുക്കളയിൽ നിന്ന് പറയുമ്പം ആഹാരം ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്, അടുക്കളയിൽ ഉണ്ടാകുന്ന സ്ത്രീകളിൽ നിന്ന് തുടങ്ങണം. ആ സ്ത്രീയുടെ ഉള്ളിൽ തെളിയുന്ന ദീപമാണ് ഒരു വീടിന്റെ വിളക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശമാണ് ഓരോ വീട്ടിലുള്ള ഓരോ മനുഷ്യന്റെ മനസ്സിലും ദീപമായി മാറേണ്ടത്. ഒന്ന് സ്വയം അതൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു നോക്കൂ. ഒന്ന് സ്വയം ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ടാകും. മനസ്സെന്ന് പറയുന്നതിനെ ശരിക്കും ഒരു വിസ്മയം, മനസ്സെന്ന വിസ്മയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും മനസ്സെന്ന് പറയുന്നൊരു വിസ്മയം തന്നെയാണ്. മനസ്സിനെ നമുക്ക് ആഞ്ജനേയ സ്വാമിയോട് ഉപമിക്കാം. അതെന്തുകൊണ്ടാണെന്നറിയോ? മാരുത വേഗമാണ്, കാറ്റിനേക്കാളിലും വേഗതയിൽ സഞ്ചരിക്കുന്ന മനസ്സ്. അതോടൊപ്പം ഒരു പുഴുവിനെ പോലെ ചെറുതാകാനും പർവ്വതം പോലെ വലുതാകാനും കഴിവുള്ള മനസ്സ്. ഈ മനസ്സ് ഒരു ഊർജമാണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ഇലക്ട്രിസിറ്റി. അതാണ് നമ്മളുടെ മനസ്സിന്. ആ ഊർജത്തിന് എത്രത്തോളം വലുതാകാൻ പറ്റും, അത്രത്തോളം വലുതാകുമ്പോഴാണ് എന്തും നേടാനുള്ള കഴിവുണ്ടാകുന്നത്. എന്നാൽ അത്രത്തോളം ചെറുതാകുമ്പോഴാണ് താൻ ഒന്നുമല്ല എന്ന തോന്നലിൽ ജീവിതം തന്നെ നരകയാതനയാക്കി മാറ്റുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ആ ചൈതന്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, ആ ശക്തി എന്ന് പറയുന്നത്. അത് ആഞ്ജനേയ സ്വാമിക്ക് എങ്ങനെയാണ്? അദ്ദേഹത്തിന് തന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയില്ല. പക്ഷെ വേറൊരാള് ബോധ്യപ്പെടുത്തി കൊടുക്കണം, നിനക്കതിനുള്ള കഴിവുണ്ട്, നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ മനസ്സ് എന്തും ചെയ്യും. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ആ മനസ്സിന് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ആരെങ്കിലും പറയണം നീ അത് ചെയ്യും, നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ മാത്രമേ നമ്മൾ ഉണരുള്ളൂ. പക്ഷെ അത് ബോധ്യം വരണമെങ്കിൽ അതിന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്താലാണ് നമ്മളുടെ ട്രൂ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റുന്നത്? നമ്മളുടെ മനസ്സിനെ എങ്ങനെയാണ് പറയുന്നത് അറിയാമോ? ഇറ്റ്സ് ലൈക്ക് അലാവുദ്ദീൻസ് ജീനി എന്നാ പറയുന്നത്. അലാവുദ്ദീന്റെ ഭൂതം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു സാങ്കല്പിക കഥയല്ല, അത് നമ്മുടെ മനസ്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. അതിനകത്ത് അലാവുദ്ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സും ആ ജിനി എന്ന് പറയുന്നത് ഉപബോധ മനസ്സുമാണ്. നമ്മൾ എന്താ അലാവുദ്ദീൻ ജീനിയോട് പറയാണ് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോഴും യെസ് മാസ്റ്റർ, ഒറ്റ കാര്യേ പറയുന്നുള്ളൂ ജിനി. ഇത് തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നൊരു മനസ്സുണ്ട്. മനസ്സിന്റെ രണ്ടാമതൊരു തലമാണത്. ആ മനസ്സിനോട് നമ്മൾ പറയാണ് ഇത് ചെയ്യൂ, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഐ ആം സക്സസ് എന്ന് പറയുമ്പം എന്താണെന്നറിയാമോ? നമ്മൾ പറയുന്നത് നമ്മളുടെ മനസ്സ് കേൾക്കും. അതിനുശേഷം ആ ഒരു ബലം, ആ ഒരു എനർജി നമുക്ക് കിട്ടുകയും നമുക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യും. എന്നാൽ എനിക്കൊന്നും കഴിയില്ല, ഐ ആം ലൈക്ക് എ സ്ലേവ് എന്ന് പറയുമ്പം എന്താ ഭൂതം എന്താ ചെയ്യുന്നേ? യെസ്, അവിടെയാണ് 3 വാക്കുകളുണ്ട്. നമ്മൾ പറയില്ലേ തഥാസ്തു, കേട്ടിട്ടുണ്ടോ തഥാസ്തു എന്ന വാക്ക്? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ?
വേദങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങളായി തപസ്സൊക്കെ ചെയ്തതിന് ശേഷം അവസാനം ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ വരം ചോദിക്കാൻ പറയും. ചോദിക്കുന്ന സമയത്ത് പറയും തഥാസ്തു എന്നൊരൊറ്റ വാക്കു മാത്രമേ പറയുള്ളൂ. എന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ബി, സോ ബി ഇറ്റ്. നീ എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ. ഇവിടെ ഇരുന്നുണ്ട് എൻ്റെ ജീവിതം ഒരു പരാജയമാണ്, എനിക്കൊന്നും വിധിച്ചിട്ടില്ല, എനിക്ക് കഷ്ടപ്പാടാണ്, ദുരിതമാണ് എന്ന് പറയുന്ന വ്യക്തിയോട് പ്രപഞ്ചമാകുന്ന ഈശ്വരൻ പറയുന്നത് എന്താ? ലെറ്റ് ഇറ്റ് ബി, സോ ബി ഇറ്റ്, തഥാസ്തു, ആമേൻ, ആമീൻ. ഇതൊരു സയൻസാണ്. ഇതിന്റെ പുറകിൽ ഊർജത്തിന്റെ ഒരു പ്ലേ ഉണ്ട്. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതിനെ അതേ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാമെങ്കിൽ അത് കുട്ടികൾക്ക് ശരിക്കും ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരിക്കും അവർ ഞങ്ങൾക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. ചിന്തകളുടെ ശക്തി എന്താണ് നമുക്കറിയോ? ഇപ്പം 60 വയസ്സായി, 50 വയസ്സായി, 40 വയസ്സായി, ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്താണ് എൻ്റെ ചിന്തയുടെ ശക്തി? അതായത് ഒരു ദിവസം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് 60,000 to 85,000 തോട്ട്സ് ഉണ്ടാവും. ഒരു ചിന്തയുടെ ശക്തി എന്ന് പറയുന്നത് 200 കോടി വൈബ്രേഷണൽ പെർ സെക്കൻഡ് ഊർജമാണ് ഉണ്ടാവുന്നത്. അത്രയും എനർജിയാണ് നമ്മുടെ ഒരു തോട്ട്. ലേസർ ബീമിനേക്കാളും പവർ ഉണ്ട് നമ്മളുടെ ചിന്തകൾക്ക്, ഒരു ചിന്തയ്ക്ക്. അങ്ങനെയുള്ള ആലോചിച്ച് നോക്കി, 60,000 മുതൽ 85,000 വരെയുള്ള ചിന്തകൾ. എത്രത്തോളം എനർജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് എന്താ ചിന്തിച്ചു കൂട്ടുന്നത്? അവിടെയാണ് കാര്യം. നമ്മൾ എന്ത് ചിന്തിച്ചു കൂട്ടുന്നു, ആ ചിന്തിച്ചു കൂട്ടുന്നത് മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കാര്യം, ഇവരുടെ കാര്യം, പ്രശ്നങ്ങളെ കുറിച്ച്, എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പം എങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ പറ്റും? അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തിയും ശരിക്കും പറയാറില്ലേ, ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും മഹാത്ഭുതമാണ് മനുഷ്യൻ എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മളുടെ ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ സൃഷ്ടിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ഊർജമാണ്, എനർജിയാണ്. ഈ എനർജി ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതവിടെ സൃഷ്ടിക്കപ്പെടും, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും തന്നെ ചെയ്യും. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാലേ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യരും, അത് ഇപ്പൊ അവർക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഒക്കെയും അവർ ചില നിയമങ്ങൾക്ക് ബാധകമായിട്ടാണ് ജീവിക്കുന്നത്. അതിനെ പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറയും, യൂണിവേഴ്സൽ ലോസ് എന്ന് പറയും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ തീവ്രമായി എന്തിനെ കുറിച്ചാണോ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, എല്ലാ വസ്തുക്കളും ഒരു ഊർജ തരംഗത്തിലുള്ളവരാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പം ഒരു 500 പേരുണ്ടെങ്കിൽ 500 പേരുടെ ശരീരത്തിൽ നിന്നും ഒരു പെർട്ടിക്കുലർ വൈബ്രേഷണൽ ഫ്രീക്വൻസി ചുറ്റുപാടേക്കും പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ഇമോഷൻ. എനർജി ഇൻ മോഷൻ. നമ്മുടെ വികാരത്തിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു ഊർജം നമ്മുടെ ചുറ്റുപാടേക്ക് പോകുന്നുണ്ട്. ചിലർ പറയില്ലേ, എവിടേക്കെങ്കിലും ചെന്നാൽ ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചുകൂടും. ഇപ്പോൾ ഒരു സിറ്റുവേഷനിലൊക്കെ പോകുകയാണെങ്കിൽ, എസ്പെഷ്യലി ഈ മദ്യപാനം ചെയ്യുന്നവരുണ്ടല്ലോ, അവരൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ഗ്രൂപ്പിൽ പോയാൽ എങ്ങനെയാണെന്നറിയില്ല, അത് അങ്ങനെയുള്ളവരെല്ലാം കൊണ്ട് കമ്പനി ആയിട്ട് മാറും. അതൊരു പ്രത്യേക വൈബ്രേഷൻ പുറപ്പെടുന്നത് കൊണ്ടാകാം. അതുപോലെ നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ പോയിക്കോളൂ, ഇപ്പൊ സ്പിരിച്വലി അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവരൊന്നിച്ചു ചേരുന്നത് അതേ വൈബ്രേഷണൽ ഫ്രീക്വൻസി. അതാണ് ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളുടെ ഇമോഷൻസ് എന്താണോ, ആ ഇമോഷൻസ് എങ്ങനെയാ ഉണ്ടാവുന്നേ? ചിന്തയിലൂടെ. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്തയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമോഷൻ ഉണ്ടാകും. ആ ഇമോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി നമ്മളുടെ ശരീരത്തിൽ നിന്നും യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ എപ്പോഴാണോ നമ്മുടെ ഫ്രീക്വൻസിയും ആ ഫ്രീക്വൻസിയും തമ്മിൽ ഒന്നിച്ചു ചേരുന്നത്, ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷൻ, ദാറ്റ് തിങ് വിൽ കം ടു അസ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. അങ്ങനെയാണ് പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയൊക്കെ ആലോചിച്ചിങ്ങി വലിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ പറയും, എന്നിട്ട് പറയും, ശോ എൻ്റെ വിധി ഇങ്ങനെയാ. അവരുടെ ചിന്ത എന്താ? എനിക്കൊന്നും നല്ലത് പറഞ്ഞിട്ടില്ല, അല്ലേ? ജീവിതത്തിൽ പ്രശ്നമേ ഉള്ളൂ. അവർക്ക് എങ്ങനെ നല്ലത് കിട്ടും? ബിക്കോസ് ചിന്തിച്ച്
ഇമോഷൻസ് ഉണ്ടാക്കി ഈ ഒരു ലോവർ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നവർക്ക് ഹയർ ഫ്രീക്വൻസി ഹാപ്പിനെസ് കിട്ടുമോ? അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പം സ്വന്തം ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ വാക്കുകളാകും, വാക്കുകൾ പ്രവർത്തികളാകും, പ്രവർത്തികൾ ശീലങ്ങളാകും, ശീലങ്ങൾ സ്വഭാവമാകും, സ്വഭാവം നമ്മുടെ വിധിയായി മാറും. സോ ഹൂ ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി? ആരാ തീരുമാനിക്കുന്നത്? ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് തഥാസ്തു. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി? അതിന്റെ പുറകിലെ സത്യം എന്താണ്? കണ്ണാടിയിൽ നീ എന്ത് കാണുന്നുവോ, അല്ലെ, നിന്നെ തന്നെയാണ് കാണുന്നത്. ആ നിന്റെ ചിന്തയാണ് നിന്റെ വിധിയായി മാറുന്നത്. അല്ലാതെ ദൈവം അവിടെ ഇരുന്ന് ഓരോന്നോരോന്ന് തരുന്നതല്ല. ഒരൊറ്റ വാക്ക് മാത്രമേ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നുള്ളൂ, ഇറ്റ്സ് തഥാസ്തു, അമേൻ, അമീൻ. അതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളെയാണ്. ഒരു അസുഖവും ഇല്ലാതിരുന്നു മുട്ടിന്. എൻ്റെ അമ്മയ്ക്കൊരു ഇതുണ്ടായിരുന്നു. ഈ അവിടെ ഒരു പ്രായമുള്ളൊരു അമ്മയുണ്ട്. അമ്മയുടെ കൂട്ടിനുള്ളതാ. എപ്പോഴും ഈ കുഴമ്പെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാലെ പുരട്ടി വെച്ചു കൊടുക്കും. അതൊരു ശീലമായി അമ്മയ്ക്ക് ഇങ്ങനെ കുഴമ്പ് തേച്ചുകൊണ്ടിരിക്കണം. അവസാനം അമ്മയ്ക്ക് ഇപ്പം കുഴമ്പ് തേക്കേണ്ട അവസ്ഥ തന്നെ വന്നേക്കാം. എന്ന് വെച്ചാൽ അതിനെ അട്രാക്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ പറയാണ് എനിക്ക് നടുവിന് വേദനയാണ്, എനിക്ക് മുട്ടിന് വേദനയാണ്. ഒരു ചെറിയ വേദന തുടങ്ങുമ്പോഴേ ഈ പറയുന്നത് പറഞ്ഞ് എന്തായി മാറും? അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാവും. കടം, എനിക്ക് കടമാണ് എന്ന് പറയുന്ന ആളുടെ കടം മാറിയിട്ടുണ്ടോ? മാറില്ല. നമുക്ക് ചിന്തിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചല്ല, നമുക്ക് എന്തു വേണം, സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ മാത്രമാണ് ആ സൊല്യൂഷനും നമ്മളുടെ ഫ്രീക്വൻസിയും സെയിം ആവുകയും അത് നമ്മളിലേക്ക് വരികയും ചെയ്യുന്നത്. എത്രയോ നമ്മളുടെ മുൻപിൽ ഉദാഹരണങ്ങളുണ്ട്, എത്രയോ ഹിസ്റ്ററി മേക്കേഴ്സ് ഉണ്ട്. ഇവരൊക്കെയും ശരിക്കും എന്താ പറയാ, അവരുടെ സ്വപ്നങ്ങളിലേക്ക്, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയത് ചിന്തകളുടെ, ആഗ്രഹങ്ങളുടെ. ശ്രീ അബ്ദുൽ കലാം അദ്ദേഹമാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സ്വപ്നം കാണൂ എന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്വപ്നം കാണുമ്പോൾ നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾ കാണണം എന്ന് വെച്ചാൽ അതിതീവ്രമായിട്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം എത്രത്തോളം ആയിരിക്കും ആ നമ്മുടെ തോട്ട്സിന്റെ ഫ്രീക്വൻസി? തരാതിരിക്കാൻ യൂണിവേഴ്സിന് പറ്റുമോ? ഇറ്റ് വിൽ കം ബാക്ക് ടു അസ്. സോ ലൈക്ക് എ മിറർ, വാട്ട് വി തിങ്ക് ഇറ്റ് വിൽ കം ടു യു. അപ്പൊ അത് ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്ന ഓരോ വാക്കും നെഗറ്റീവായിട്ട് പറയരുത്, ബിക്കോസ് അത് തിരിച്ചു വരും. അതുപോലെ മറ്റുള്ളവരെ കേഴ്സ് ചെയ്യുമ്പം ആലോചിക്കണം. മറ്റുള്ളവരെ ശപിക്കുമ്പം, അവരെ കുറിച്ച് കുറ്റം പറയുമ്പം ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്ത, അതായത് നമ്മിലുള്ള ഊർജമാണ് എന്താ പറയാ ഇംപ്യൂർ ആവുന്നത്. അതാണ് നെഗറ്റീവായി മാറി പോയിട്ട് തിരിച്ച് അത് തന്നെ അടിച്ചിങ്ങോട്ട് വരും. ഇതിനെക്കുറിച്ച് ഇതെല്ലാമാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും നമ്മിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മളുടെ തലമുറയെ മാറ്റിയെടുക്കാൻ പറ്റും? ഒരൊറ്റ കാര്യം പരിശീലിപ്പിച്ചാൽ മതി, സെൽഫ് ലവ്. സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയാൽ മാത്രം മതി. അതിന് അമ്മമാരാദ്യം തയ്യാറാകണം. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞ ചിലര്, എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ലേഡീസ് കമ്മ്യൂണിറ്റി. അതിനകത്ത് ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്, അല്ലാത്ത എല്ലാവരും ഉണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ട് ഈ ഡോക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്രയും പഠിച്ച് നമുക്ക് കാണാമല്ലോ, ന്യൂസിലൊക്കെ കേൾക്കുന്നില്ലേ, ആത്മഹത്യ ചെയ്യുന്നു അല്ലെ, ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവർക്കും മനസ്സിലാവുന്നില്ല അവരുടെ വില എന്താണെന്ന്, അവരുടെ ജീവിതത്തിന്റെ വില എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? അനുഭവിക്കാൻ തന്നെയായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ ആദ്യം തിരിച്ചറിയണം, സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം. എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിച്ചാൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് മാത്രമേ വെളിയിലേക്ക് തുളുമ്പുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ഒരു പാലിന്റെ പാത്രം നിറഞ്ഞു തുളുമ്പുന്നത് ഒരിക്കലും വിഷമാവില്ല. അത് നമ്മൾ പറയുന്ന വാക്ക് നമ്മുടെ ഉള്ളം നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കും. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു, എൻ്റെ കുറവുകളെയും എൻ്റെ കുറ്റങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എന്താണെന്നറിയാമോ അടുത്ത സ്റ്റെപ്പ്? When I love myself, I respect myself. ഞാൻ എന്നെ ബഹുമാനിക്കാൻ തുടങ്ങും. അതായത് എൻ്റെ ജീവന്, എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്നും ഞാനും വാല്യബിൾ ആണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? If I respect myself,
അപ്പൊ എൻ്റെ മനസ്സിലൊരിതുണ്ടാവും, ഞാൻ എന്നെ ബഹുമാനിക്കുമ്പം ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല സംസാരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാകാൻ വേണ്ടിയിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. ബിക്കോസ് ഞാൻ പറയുന്ന ഓരോ വാക്കും പ്രവൃത്തിയും ഞാൻ എന്നോട് ചെയ്യുന്ന നീതിയാണ്, ഞാൻ എനിക്ക് എന്നോടുള്ള റെസ്പെക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? എത്ര എന്ത് നമ്മളെ എതിര് പറഞ്ഞാലും, എത്ര ചീത്ത വിളിച്ചാലും നമ്മുടെ വായിൽ നിന്നും ഒരു വാക്ക് പോലും വരില്ല. ബിക്കോസ് ഐ റെസ്പെക്ട് മൈസെൽഫ്. അവരേത് തരം വേണമെങ്കിലും പോകാം, പക്ഷെ ഞാൻ പോകില്ല. എന്തുകൊണ്ടാ? ഐ റെസ്പെക്ട് മൈസെൽഫ്. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം ഉള്ളവരാണെങ്കിൽ ഒരിക്കലും എന്ത് പണിഞ്ഞാലും അവർ ജയിക്കാതിരിക്കില്ല. അവരുടേതായ വഴിവെട്ടി മുൻപിലേക്ക് പോകും. ഇത് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ അവർ പോകുന്ന സമയത്തും അവരുടെ ഉള്ളിൽ ആ മൂല്യമുണ്ടാകും. അവിടെയാണ് മൂല്യങ്ങളുടെ പ്രസക്തി. ഇന്ന് എന്തുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവുന്നതും കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുന്നതും സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുകയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാ? ഉള്ളിൽ മൂല്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. അതിന് കഴിയണമെങ്കിൽ വീട്ടിൽ ഉള്ള അമ്മ സ്വയം ആദ്യം അത് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന വാക്കുകളല്ല കേൾക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളെയാണ് ശ്രദ്ധിക്കുന്നത്. അതിന് ആ അമ്മയ്ക്ക് സപ്പോർട്ട് നൽകേണ്ടത് ആരാണെന്ന് അറിയാമോ? ആ വീട്ടിലെ പുരുഷൻ. ബിക്കോസ് ആ അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് ആ കുഞ്ഞ് കണ്ടുപിടിക്കുന്നത്. എന്തെങ്കിലും പറയുന്നതിന് മുൻപിൽ അവരെ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വാക്കുകൾക്ക്, അമ്മയുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാത്തൊരു അച്ഛന്റെ മുൻപിൽ ഇത് കണ്ടു വളരുന്ന കുഞ്ഞ് എങ്ങനെയാണ് അവന്റെ അമ്മയെ ബഹുമാനിക്കുന്നത്? അവന്റെ അമ്മ പറയുന്ന വാക്കുകളെ എങ്ങനെ കേൾക്കും? അതാണ് ആ കുടുംബം ഏറ്റവും നല്ലതായി മാറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പഠനങ്ങൾ താഴെ തട്ട് മുതൽ ഈ ഓരോ പ്രസ്ഥാനങ്ങളും, ഈ ആത്മീയ പ്രസ്ഥാനങ്ങൾ നടത്താൻ തുടങ്ങുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ കഴിയും, കുടുംബത്തെ മാറ്റാൻ കഴിയും, നമ്മുടെ സമൂഹം മാറില്ലേ? ഈ അറിവുകളെ നമ്മളിലേക്ക് തരാൻ കഴിയണം. സ്വയം സ്നേഹിക്കുക, സ്വയം ബഹുമാനിക്കുക, ആ ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്താൻ നമുക്ക് കഴിയുക. ഇതിനൊക്കെ വേണമെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ബോധം, അറിവ്. അറിവാണെല്ലാം എന്ന് പറയാനുള്ള കാരണവും ശ്രീ ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ നിർവാണ ശതകത്തിൽ പറയുന്നുണ്ട്. ആരാണ് നീ എന്നൊരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എൻ്റെ വികാരങ്ങളല്ല, എൻ്റെ ശരീരങ്ങളല്ല, പഞ്ചകോശങ്ങളല്ല, സപ്തധാതുക്കളല്ല, ഞാൻ ഇതൊന്നുമല്ല. ഞാൻ ആരാണ്? ശിവോഹം. ശിവോഹം, പ്യുവർ ബ്ലിസ്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്. ഞാനെന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാകുന്നു, അറിവാകുന്നു. ആ അറിവില്ലായ്മയാണ് ഇന്ന് ഇങ്ങനെ സമൂഹം അധപ്പതിക്കാനുള്ള കാരണം. അതെന്തുകൊണ്ടാണ്? ഇന്ന് നമ്മളുടെ ഈ ചാനലുകളിലെ ചർച്ചകൾ കണ്ടിട്ടില്ലേ? എന്തിനൊക്കെ വേണ്ടിയിട്ടാ ചർച്ച ചെയ്യുന്നേ? ആരെങ്കിലും അങ്ങോട്ട് നോക്കി അവരങ്ങോട്ട് പോയി അവരുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു? ഈ ചർച്ചകൾ കേട്ടാൽ ഇവരാരെങ്കിലും ചർച്ച ചെയ്ത് നന്നായിട്ടുണ്ടോ? ചർച്ച ചെയ്ത് നന്നാക്കിയ ഏതെങ്കിലും ഒരു ചരിത്രം ഉണ്ടോ? ഈ സമയം കളയാൻ വേണ്ടിയിട്ടിരുന്ന് ചർച്ച ചെയ്യുകയാണ്. നന്നാക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് നന്നാക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അവന്റെ വാക്കെന്ന് പറയുന്നത്, അവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവന്റെ ബോധമാണ്. ആ ബോധമുള്ള രീതിയിൽ അതിനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം LKG പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുമോ? അതുപോലെ ആയിരിക്കും ഒരു 30 വയസ്സുള്ള വ്യക്തിയോട് സംസാരിക്കുന്നത്. ഇതാണ് മനുഷ്യനും. ഒരു മനുഷ്യൻ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ അവന്റെ ബോധം അതായിരിക്കണം. അല്ലാത്ത ബോധമില്ലാത്തവരോട് എത്രത്തോളം ബഹളം വെച്ചാലും, അവരെ എത്രത്തോളം ചർച്ച ചെയ്ത് നന്നാക്കാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിലേക്ക് കയറില്ല. ഇത് അവരുടെ കുഴപ്പമല്ല, അവർ കയറില്ല. ബിക്കോസ് അത്രയേ ഉള്ളൂ അവരുടെ അവയർനെസ് തലം, അറിവിന്റെ തലം. ആ അറിവിന്റെ തലം കൂടണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വേണ്ടത്? സത്സംഗങ്ങൾ ഉണ്ടാകണം. അറിവുകൾ നമ്മളിലേക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ അനുഭവമാകുന്ന നല്ല ആ ഗുരുവിൻ്റെ നിന്ന് നല്ല ലേണിങ്സ് എടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുവൻ ഉയരുന്നത്. എന്നുള്ള പറയാറുണ്ട് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ്. ഞാൻ ഏറ്റവും എടുക്കുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ്.
എന്ന് വെച്ചാൽ ബൈബിളിൽ ഒരു വചനം ഉണ്ടായിരുന്നു, ആൽഫയിൽ നിന്ന് ഒമേഗയും, ആൽഫയും ഞാനാണ് ഒമേഗയും ഞാനാണ്. അപ്പൊ ഈ ആൽഫ ഒമേഗ എന്നൊക്കെ നമ്മൾ ഈ മാത്സിലൊക്കെ പഠിക്കുന്ന സംഗതിയല്ലേ, ശരിക്കും എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ആൽഫയും ഒമേഗയും? അപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം അവിടെയാണ് വരുന്നത് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്നൊരു ടോപ്പിക്ക് വരും. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് അവന്റെ ബോധമാണെന്നും അത് ഏറ്റവും താഴെ തലമായ ആൽഫയിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലമായ ഒമേഗയിലേക്ക് ഉണരുമ്പോഴാണ് അവനിലുള്ള ദൈവം ഉണരുന്നത് എന്നുള്ളതുമാണ് സത്യം. ഏതു മനുഷ്യനും പരമ ആചാര്യന്മാരാകാം, ദൈവമാകാം. എങ്ങനെയാണെന്നറിയാമോ? അവന്റെ എനർജി ഫ്രീക്വൻസിയെ ഏറ്റവും ലോവർ വൈബ്രേഷനിൽ നിന്നും, ലോവർ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ്, അസൂയ, ഭയം, കുശുമ്പ്, പിന്നെന്താ, ഷെയിം, ഗിൽറ്റ്, കുറ്റബോധം, ഈ ഒരു തലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ അവന്റെ ആ അവയർനെസ്സിനെ കൂട്ടി അങ്ങനെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തി എപ്പോഴാണോ സ്നേഹം എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ലവ്, ആ സ്നേഹത്തിൽ നിന്നും ഉയർന്ന് 1000 ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നത്, ആ സമയത്താണ് അവൻ ക്രൈസ്റ്റ്, കൃഷ്ണ, ബുദ്ധ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നത്. അപ്പം എല്ലാവരും ബോധമാണ്, ശുദ്ധമായ ബോധമാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് ഇമോഷനാണോ ഉള്ളത്, എന്തു വികാരമാണോ ഉള്ളത്, ആ വികാരം അനുസരിച്ചിട്ടുള്ള അറിവ് മാത്രമേ നമ്മളിൽ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു 10 പേര് ചേർന്നൊരു ഗ്രൂപ്പാകും, അടിയോടടിയാ. ഞാൻ പ്രസിഡന്റ് ആകും, നീ സെക്രട്ടറി ആവും, അവരതാകും, അപ്പൊ അവർക്ക് കയറിയില്ല, അപ്പൊ 2 പേര് തമ്മിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റും നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫുൾ നെഗറ്റീവാണ്. എനിക്ക് ആളാവണം, അവിടെ ഒരാളെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു, അവർക്കെതിരെ പാര വെക്കുന്നു. ഇവരൊക്കെയാണ് ഈ ആത്മീയതയുടെ തലങ്ങളിൽ നിൽക്കുന്നത്. ശരിക്കും ആത്മീയതയുടെ അർത്ഥം എന്താ? ഇതിനാണോ ആചാര്യന്മാര് നമ്മളെ ഈ നല്ല നല്ല അറിവുകൾ നമുക്കായിട്ട് തന്നത്, ഈ വിസ്ഡം നമ്മളിലേക്ക് തന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ തന്നത്? അവര് തന്നത് ഒരു സോൾ, നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി ഏറ്റവും താഴെത്തട്ടിൽ നിന്നും എക്സ്പാൻഡ് ചെയ്ത് ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തി ശരിക്കും നമ്മൾ അറിയാലോ, എനർജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാൻ പറ്റില്ല. ബിക്കോസ് എനർജി കോൺ ബി ഡിസ്ട്രോയ്. നമ്മൾ ഓരോരുത്തരും എനർജിയാണ്. ആ എനർജി നശിക്കില്ല, ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറിവുകൾ ഉണ്ടാകണം, ആ അറിവുകളെ മനനം ചെയ്യണം, അത് നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. അവിടെ സെൽഫ് ലവ് വളരെ പ്രധാനമാണ്. ബിക്കോസ് മനസ്സിന്റെ തലങ്ങളിൽ വളരെ പ്രധാനമായ ഒരു തലമാണ് നമ്മളുടെ ഹാർട്ട് മൈൻഡ് എന്ന് പറയും. ഹൃദയ ചക്രത്തിൽ ഒരു മനസ്സുണ്ട്, ഹൃദയത്തിൽ. ആ ഹൃദയത്തിലെ ആ മനസ്സ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് ഹയർ മൈൻഡുമായിട്ട്, സൂപ്പർ കോൺഷ്യസ്നെസ്സുമായിട്ട്, യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഈ എല്ലാ ആചാര്യന്മാരും ഈ വിസ്ഡം ഡൗൺലോഡ് ചെയ്യുകയും അത് നമുക്ക് തരികയും ചെയ്തിട്ടുള്ളത്. അവരുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആണ്. സ്നേഹിച്ചാൽ മാത്രമേ, സ്നേഹത്തിലൂടെ മാത്രമേ നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഹൃദയചക്രം തുറന്നാൽ ആ സ്നേഹത്തിൽ നമുക്ക് എല്ലാവരെയും അൺകണ്ടീഷണലി, സമൂഹത്തിന് വേണ്ടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, എൻ്റെ സ്ഥാനമാനങ്ങൾക്കല്ല, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നിയോഗമായിട്ട് എൻ്റെ മുൻപിലേക്ക് വരുന്ന ഒരു ആത്മാവിനെ എങ്കിലും ആ ഒരു സങ്കടത്തിൽ നിന്ന്, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക, അതാണ് അൺകണ്ടീഷണൽ ലവ്. അവിടെ എനിക്ക് എന്ത് പാരിതോഷികം കിട്ടുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്ത് സ്ഥാനം കിട്ടുമെന്നോ അല്ല ചിന്തിക്കേണ്ടത്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുന്നതിന് മാത്രമേ അർത്ഥമുള്ളൂ. ഇവിടെ പലരും പറയില്ലേ, നന്ദിയില്ലാത്ത മനുഷ്യരാ, എത്ര ചെയ്തു കൊടുത്താലും നന്ദിയില്ല. നന്ദി വേണ്ട. നന്ദി കിട്ടി അവര് നമുക്ക് തിരിച്ചു തന്നാൽ എന്താ സംഭവിക്കുന്നറിയാം? അവിടെ തീർന്നു, അക്കൗണ്ട് കാലിയായി. ദർ ഇസ് അനദർ ലോ ഉണ്ട്, ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ കർമ്മം യൂണിവേഴ്സിന് തിരിച്ചു വരും. പറയുന്നൊരു വാക്കിന്റെ ഇറ്റ്സ് ആൻ എനർജി. അത് യൂണിവേഴ്സിലേക്ക് പോയാൽ ദാറ്റ് എനർജി വിൽ കം ബാക്ക് ടു അസ്. ഷുവർ ആയിട്ട് വരും. നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത എല്ലാത്തിൻ്റെയും ആ എനർജി യൂണിവേഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നിരിക്കും. അപ്പൊ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പം ദാറ്റ് എനർജി ഈസ് ഇൻ ദ യൂണിവേഴ്സിലുണ്ട്. ഇവിടെ നമ്മളുടെ ഈ ഒരു സ്ഥലത്ത് പോലും ഇവിടെ സംസാരിച്ച, ഇതിനു മുൻപ് എത്രയോ വർഷങ്ങളായി സംസാരിച്ച ആചാര്യന്മാരുടെ ഒക്കെ ഊർജം ഇവിടെ നിലനിൽപ്പുണ്ട്. ബിക്കോസ് എനർജി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ പറയുന്ന വാക്കിന്റെയും പ്രവൃത്തികളുടെയും എല്ലാം ഊർജം വെളിയിലേക്ക് പോയാൽ അത് തിരിച്ചു വരും. അതിനുള്ള താങ്ക് യു അവർ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ ക്ലോസ് ആയി. പക്ഷെ അവർ താങ്ക് യു പറയാതിരിക്കണം. ബിക്കോസ് അതിന് പ്രതിഫലം തരുന്നത്
യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിനെയാണ് ഓരോ മതങ്ങളും ഓരോ ദൈവങ്ങളായിട്ട് പറയുന്നത്. ദാറ്റ് യൂണിവേഴ്സൽ എനർജി, അൾട്ടിമേറ്റ് 1000 ഹെർട്സ് ഫ്രീക്വൻസി. അതാണ് കണ്ണാടി പ്രതിഷ്ഠയുടെ. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുമ്പോഴെന്താ, നീ എന്തങ്ങോട്ട് പറയുന്നു തിരിച്ചത് തന്നെ കിട്ടും. അതാണ് തത്വമസി. അത് തന്നെയാണ് അവിടെ എല്ലാം പ്രധാനം. എന്താ? നമ്മുടെ ഇമോഷൻസ്. ചിലരുണ്ട് മനസ്സിലൊന്ന് വെച്ചിട്ട് അവരുടെ മുൻപിൽ പോയിട്ട് നല്ലപോലെ പോളിഷ് ചെയ്യും. പക്ഷെ അതിൽ ഒരു കാര്യവും ഇല്ല എന്ന് വെച്ചാൽ ആദ്യം പോയി തൊടുന്നത് തോട്ട് എനർജിയാണ്. ചിന്തയുടെ ഊർജമാണ് ഒരു വ്യക്തിയെ പോയി ടച്ച് ചെയ്യുന്നത്, വാക്കിന്റെ ഊർജത്തിനെക്കാട്ടിലും മുൻപേ. ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഉയർന്നങ്ങോട്ട് പോകും, ബിസിനസ് സക്സസ് ആവുന്നു, അതൊക്കെ അവർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ ഠിന്ന് പറഞ്ഞിട്ട് പൊട്ടി താഴെ വീഴും. ഇവരെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അവരെ കുറിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും, നന്ദി എന്ന് പറയുന്ന സാധനം വഴിയേ പോയിട്ടുണ്ടാവില്ല. നന്ദി എന്ന് പറയുന്നതിനൊരു കാര്യമുണ്ട്. ബിക്കോസ് എല്ലാ മതങ്ങളിലും വളരെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെന്താന്ന് വെച്ചാൽ വെൻ വി ആർ ഗ്രേറ്റ്ഫുൾ, അതിനൊരു സയൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും കൂടി നോക്കണം. ഇപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത മനുഷ്യരില്ല അല്ലെ. ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാ, എൻ്റെ കുട്ടികൾ ഇങ്ങനെയാ, എനിക്ക് ജോലിയില്ല, എൻ്റെ സാമ്പത്തികാവസ്ഥ ഇങ്ങനെയാ. ചിന്തിച്ചുകൊണ്ടിരുന്ന അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവായ കെമിക്കൽസിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെഗറ്റീവായ കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇത് നമ്മുടെ ബ്രെയിനും കേടാണ്, ബോഡിയിലുള്ള സെൽസിനും കേടാണ്. ആൻഡ് ഇറ്റ് വിൽ മേക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ടാക്കും. എപ്പോഴും നെഗറ്റീവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന, എന്നിട്ട് നമ്മൾ വെളിയിലേക്ക് കൊടുക്കുന്ന ആ ഫ്രീക്വൻസി എന്താ? ലോവർ ഫ്രീക്വൻസി. അത് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എന്താ? ദ സെയിം. പ്രശ്നങ്ങൾ ഇങ്ങനെ വണ്ടി പിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ പണിതരുന്ന മനുഷ്യന്മാർ വരും, പണിതരുന്ന സിറ്റുവേഷൻസ് വരും. എന്തേ? തുടക്കം ഇവിടുന്ന അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യണം? അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. എനിക്കിപ്പോ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം താങ്ക്ഫുൾ. അപ്പൊ അവിടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഹാപ്പിനെസ് കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹാപ്പിനെസ് കെമിക്കൽസ് നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്യും. ഇപ്പോഴുള്ള ജോലി ചെറുതാണോ? യെസ്, ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടും, വീട്, എല്ലാം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ. നന്ദിയുള്ളവരാവുക നമ്മളെ തന്നെ മാറ്റും, ജീവിതം തന്നെ മാറ്റും, നന്ദിയോടുകൂടി ജീവിക്കാൻ തുടങ്ങിയ. അതുപോലെ അടുത്തൊരു കാര്യമാണ്, ആ വ്യക്തി എവിടെയോ ഇരിക്കുന്നു, ഇവിടെ ഉറഞ്ഞു തുള്ളി നടക്കുക. ആർക്കാ സംഭവം? നമ്മളിൽ ഉണ്ടാകുന്ന കെമിക്കൽസ് ആണ് ക്യാൻസറിനും ട്യൂമറിനും ഒക്കെ കാരണമാകുന്നത്. ആവശ്യമില്ലാത്ത സംഗതികളെല്ലാം ചിന്തിച്ചു കൂടി, ഇല്ല ബാഗേജ് കൂട്ടി പണ്ട് തൊട്ടേ നമ്മളെ ദ്രോഹിച്ചവരുടെ ഭാണ്ഡവും ചുമന്നുകൊണ്ട് നടക്കുക. എന്തിന്? ആലോചിച്ചോക്കെ, എന്തിനാണ്? എന്ത് ഗുണമാണ് നമുക്കുണ്ടാവുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയണം. ഒന്നുമില്ല, നമ്മൾ ആ ചിന്തിച്ച് വെറുതെ കൂട്ടി ജീവിച്ച് നമ്മളെ തന്നെ കഷ്ടപ്പെടുത്തി, നമ്മുടെ ശരീരത്തിനെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. സോ ആ ബേർഡൻ കളഞ്ഞിട്ട് നമുക്ക് വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുക. വലിയ വീട് വെക്കും, മതില് കെട്ടും. മനസ്സിനൊന്നും മതില് കെട്ടിയേ? മനസ്സിന് മതില് കെട്ടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആവശ്യമുള്ളതിനെ മാത്രം ഉള്ളിലേക്ക് എടുക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പറയുക. നമ്മളുടെ ചിന്തകളെ കോൺഷ്യസ് ആയിട്ട് ഒന്നൊരു ബോധത്തോടുകൂടി ചിന്തിക്കുക. നമ്മളെ സ്വയം സ്നേഹിച്ചുകൊണ്ടും സ്വയം ബഹുമാനിച്ചുകൊണ്ടും ആത്മവിശ്വാസത്തോടുകൂടി ആ വീട്ടിൽ നിലനിൽക്കുമ്പോൾ ആ ഒരു എനർജി നമ്മുടെ ചുറ്റിനുള്ള എല്ലാവർക്കും കിട്ടും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. ഒരിക്കലും കുഞ്ഞുങ്ങളെ കേഴ്സ് ചെയ്യരുത്. ബിക്കോസ് അമ്മയുടെ എനർജി, എസ്പെഷ്യലി അമ്മമാർ, ബിക്കോസ് അമ്മയുടെ ആ എനർജി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴും ആ എനർജി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് എന്താണ്, നമ്മുടെ കുഞ്ഞ് എങ്ങനെയാണോ അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയുക. അതിന് എത്രത്തോളം ശ്ലോകങ്ങൾ, എത്രത്തോളം മന്ത്രങ്ങളുണ്ട് ആചാര്യന്മാർ നമുക്ക് തന്നിട്ടില്ലേ? ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലാം, മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും മന്ത്രങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്.
അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. അമ്പലത്തിൽ പോയി തൊഴുതു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സനാതന ധർമ്മം അല്ലെങ്കിൽ ഒരു ഹിന്ദുവായി മാറില്ല. നമ്മളുടെ തന്നിരിക്കുന്ന ഗുരുപരമ്പരകൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നിനെയും പഠിക്കാനും അറിയാൻ. അതുപോലെ സഹസ്രനാമം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ശരീരത്തിലുള്ള നാഡീ ഞരമ്പുകളെയാണ് അത് ബാധിക്കുന്നത്. നമ്മൾ ചൊല്ലുമ്പോൾ ആ മന്ത്രങ്ങളിലെ താളങ്ങൾ ഓരോ താളത്തോടു കൂടി ചൊല്ലുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലെ ഓരോ നമ്മൾ പറയും ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന നാഡികളുണ്ട്. ആ നാഡികളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. മൂലാധാര ചക്രത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് എനർജി പാസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേണം. അങ്ങനെ ജീവിക്കാനുള്ളൊരു സംസ്കാരമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ആ അറിവുകൾ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒരു മതം എന്ന് പറയാതെ ഇതിനകത്തെ അറിവുകളെ സംശീകരിക്കാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സയൻസുമായി ചേർത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതിനുള്ള പഠനങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി അൺകണ്ടീഷണലി ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടാവണം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഒന്നും ഇങ്ങോട്ടേക്ക് എടുക്കാതെ പോകാതിരിക്കുക. ഏതെങ്കിലും 2 കാര്യമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം, ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. സ്വന്തം മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുക. സ്വന്തം വാക്കിനും സ്വന്തം പ്രവൃത്തിക്കും സ്വന്തം ചിന്തകൾക്കും വില കൊടുക്കുക. മനസ്സിന് ഒരു മതിൽ കെട്ടുക. അനാവശ്യമായതൊന്നും ഇങ്ങോട്ട് കയറാതെ ഡിസസോസിയേറ്റ് ഫ്രം നെഗറ്റീവ് എനർജി. അത് കുഞ്ഞുങ്ങളിലേക്കും കൂടി പങ്കുവെക്കുക. അവരെ കേൾക്കാൻ തയ്യാറാവുക. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരുന്ന ഒരു കുഞ്ഞും തെറ്റിപ്പോവില്ല. അവന് നല്ല മൂല്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് സമയമുണ്ടാകണം, കുഞ്ഞിനോടൊപ്പം ഇരിക്കാൻ സമയമുണ്ടാവണം. അപ്പൊ ഇന്ന് ഈ വനിതാ വേദിയിൽ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ, ഇന്ന് ഇവിടുന്ന് ഒരുപാട് നല്ല അറിവുകൾ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു തന്നു. കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് ഒരു 15 മിനിറ്റ് ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടമല്ലേ കിച്ചണിലേക്ക്. അതല്ലാതെ നിങ്ങൾക്കായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റിവെക്കുക. ആ മാറ്റിവെച്ച് രാവിലെ നന്ദിയോടുകൂടി, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുന്നേൽക്കുക. എല്ലാത്തിനും നമുക്കൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം കിട്ടിയതിന് പ്രപഞ്ചശക്തിക്ക് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഒരു പുതിയ ദിവസം നമുക്ക് ദൈവം തരുന്ന ദാനമാണ്. നമ്മുടെ ശ്രേഷ്ഠതയല്ല, നമ്മുടെ മേന്മയല്ല ഈ ഒരു ദിവസം. ദൈവം അനുവദിച്ച് തന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ദിവസമാണ്. സോ അതിന് നന്ദി പറഞ്ഞ് ഈ ഒരു ദിവസത്തെ എൻ്റെ വാക്കുകളും എൻ്റെ ചിന്തയും എൻ്റെ കർമ്മത്തിനും എല്ലാം അങ്ങയുടെ ഹിതമാകണമേ. അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു മനുഷ്യൻ ദ്രോഹിക്കാനോ കാരണം ഒരു മനുഷ്യൻ വേദനിക്കാനോ കാരണമാവരുത്. ബിക്കോസ് ഇറ്റ് വിൽ കം ബാക്ക് ടു അസ്. ദാറ്റ് ഈസ് ലോ ഓഫ് കർമ്മ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം പ്രാണായാമം ചെയ്യാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലുക. അതുപോലെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു സമാധാനമായിട്ട് എനർജി ഒന്ന് ചാർജ് ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് പോവുക. ബാക്കിയുള്ള ഇത്രയും സമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ. നിങ്ങൾക്ക് വേണ്ടി സ്വല്പം മാറ്റിവെക്കൂ. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, അന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് ഞാൻ എന്നിൽ മാറ്റം വരുത്തേണ്ടത്, ഞാൻ എന്നെ വേദനിപ്പിച്ച സ്വയം ചോദിക്കണം. ഇന്ന് എത്രത്തോളം ഞാൻ എന്നെ ഹാപ്പിയാക്കി, എത്രത്തോളം വേദനകൾ ഞാൻ എനിക്ക് കൊടുത്തു, ഇതൊക്കെ സ്വയം ചോദിച്ചു നോക്കണം. അതൊന്ന് നോട്ട് ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ജീവിതത്തിൽ മാറ്റം വരും. നമ്മൾ ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. പ്രവർത്തിക്കാൻ തുടങ്ങണം. മനസ്സിലേക്കത് ചെല്ലണം. മനസ്സ് മാറണം. മനസ്സ് മാറിയാലേ ജീവിതം മാറുള്ളൂ. ഇപ്പൊ മനസ്സെന്ന് പറയുന്നത് ഒരു വിസ്മയമാണ്. നമ്മൾ വിശ്വസിക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ മനസ്സിന്റെ ശക്തി കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ജീവിതം നേടുമെന്ന് വിശ്വസിച്ചാൽ നേടിയിരിക്കും. എന്നാൽ ഞാനൊരു പരാജയമാണെന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞാൽ മനസ്സ് ആ പരാജയങ്ങളിലൂടെ തന്നെ സ്വന്തം ജീവിതത്തിനെ കടത്തിവിടും. എന്താണ് വേണ്ടത്? തഥാസ്തു എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാൻ പറയുന്ന വാക്ക് ഇറ്റ് വിൽ കം ബാക്ക് ടു അസ്. തഥാസ്തു. ആ ഒരു ബോധത്തോടുകൂടി ജീവിക്കുക. നല്ല അറിവുകളെ സ്വീകരിക്കുക, മനനം ചെയ്യുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇപ്പൊ ഇന്ന് ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു അവസരം ഇവിടെ തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.